ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. ചേരട്ടങ്ങനെ ചേരട്ടെ, ചോരകളൊന്നായി ചേരട്ടെ, സിരയും സിരയും തമ്മിലിണങ്ങി ചോരകളൊന്നായി കലരട്ടെ. ചേരട്ടങ്ങനെ ചേരട്ടെ, ചോരകളൊന്നായി ചേരട്ടെ, സിരയും സിരയും തമ്മിലിണങ്ങി ചോരകളൊന്നായി കലരട്ടെ. ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. മാനുഷമങ്ങനെ നിന്നു തുടിപ്പത് നാടിയിടിപ്പാലറിയട്ടെ, മാനുഷമങ്ങനെ നിന്നു തുടിപ്പത് നാടിയിടിപ്പാലറിയട്ടെ. ആയിടിനാദം സൗഹൃദഘോഷം പാരിടമാകെ മുഴങ്ങട്ടെ, ആയിടിനാദം സൗഹൃദഘോഷം പാരിടമാകെ മുഴങ്ങട്ടെ. ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. പുലരട്ടങ്ങനെ പുലരട്ടെ, മിശ്രവിവാഹം പുലരട്ടെ. പുലരട്ടങ്ങനെ പുലരട്ടെ, മിശ്രവിവാഹം പുലരട്ടെ. ജാതിമതങ്ങൾ തകർന്നാലേ ഭാഷാ ചിന്തകൾ പോയാലേ, ജാതിമതങ്ങൾ തകർന്നാലേ ഭാഷാ ചിന്തകൾ പോയാലേ, മാനവരൊന്നായി തീരും മോഹന സോദര ബന്ധം കണി കാണൂ. മാനവരൊന്നായി തീരും മോഹന സോദര ബന്ധം കണി കാണൂ. പുതിയൊരു ജനത പിറക്കട്ടെ, പുതിയൊരു ജനത പിറക്കട്ടെ, ക്ഷിതിയതിലിങ്ങനെ കേൾക്കട്ടെ, ക്ഷിതിയതിലിങ്ങനെ കേൾക്കട്ടെ. ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന മിശ്രഭോജനം എന്ന ഒരു സാംസ്കാരിക വിപ്ലവം അത് ഇന്നും നമ്മൾ ആഘോഷിക്കപ്പെടണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. നമ്മുടെ സമൂഹം
ഇന്നും അതിൻ്റെ പിന്നിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വിപ്ലവമായ മാറ്റത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാറിയിട്ടില്ല. നമ്മൾ ഇനിയും ഒരുപാട് മാറാനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പാടിയ പാട്ട് പുതിയൊരു ജനത പിറക്കട്ടെ, ചിതിയിൽ അതിങ്ങനെ പാടട്ടെ, മുഴുകട്ടെ, ഞങ്ങളുള്ളത് മാനവരക്തം, അതായത് ഒരു മാനവരക്തം ആണ് നമ്മളെല്ലാം ഉണ്ടാവേണ്ടത്. നമുക്ക് ജാതിക്കും മതത്തിനും അതീതമായി മാനവരൊന്നാവണം എന്ന് ചിന്തിച്ച വി കെ പവിത്രൻ 9 വയസ്സ് മാത്രമുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥിയായി 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു മിശ്ര വിവാഹത്തിൻ്റെ വേദിയിൽ 2 ജാതിയിൽപ്പെട്ട ഒരു യുവാവും ഒരു യുവതിയുടെയും വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ആ വിവാഹത്തിലെ വരൻ ഇന്ന് നാം ആരെയാണോ അനുസ്മരിക്കുന്നത്, ആ മഹാപ്രതിഭയായ വി കെ പവിത്രനെ. അന്ന് ഞാൻ കണ്ട ഒരു കല്യാണ മണ്ഡപം അതിനു മുൻപും അതിന് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. അതിന് ശേഷമുണ്ടായിരുന്ന ജീവിതത്തിൽ അദ്ദേഹം എന്നും മനുഷ്യർ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസക്തിയായിരുന്നു, വെറും സാധാരണ ആഗ്രഹമല്ല. അങ്ങനെ ജാതി, മതം, മറ്റു രീതിയിലുള്ള വേർതിരിവുകൾ കൊണ്ട് മനുഷ്യൻ ഭിന്നിച്ച് ജീവിക്കുമ്പോൾ മാനവരാശിയിലെ ഒരു നല്ല വിഭാഗം, ഭൂരിപക്ഷം മനുഷ്യർ എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നു എന്ന് മനസ്സിലായി. അവിടെ ഒരു അസമത്വത്തിൻ്റെ ഒരു കാർമേഘം വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ ഒരു വെള്ളി വെളിച്ചമായിട്ട് വരാൻ കഴിയുന്നവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരു കെടാവിളക്കായി നമ്മുടെ മനസ്സിൽ ഇന്ന് നിൽക്കുന്ന ശ്രീ വി കെ പവിത്രൻ്റെ അനുസ്മരണം ഞാൻ ഈ വിധത്തിലാണ് ഞാൻ നടത്തുന്നത്. ഇന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു സത്യം നാളെ ഒരുപക്ഷെ പറയാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടുപിടുത്തങ്ങൾ അനിശ്ചിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സങ്കുചിതമായ ഒരു മനസ്സിൻ്റെ ഉടമകളാകാതിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുവരെയുള്ള വേദികളിൽ വന്ന് അതിൻ്റെ പങ്കാളികളാകാനും ഇതിനോടൊപ്പം യോജിക്കാനും, മാത്രമല്ല വി കെ പവിത്രനെയും ഗോപിനാഥനെ പോലുള്ളവരൊക്കെ നമ്മൾ അവരുടെ ചിന്തകൾ ശരിയായിരുന്നു, അവർ ശരിയായ വഴിയിൽ കൂടിയാണ് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവരാരും അവസാന വാക്കായിട്ടൊന്നിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. അവസാന വാക്കുകൾ പറയാൻ നമുക്ക് അത്ര എളുപ്പവുമല്ല. വൈരുദ്ധ്യമെന്ന് നമുക്ക് തോന്നുന്ന പലതും നാളെ വൈരുദ്ധ്യമല്ല എന്ന് തോന്നിയേക്കാം. ഇതിനെ അംഗീകരിച്ചു കൊടുക്കാനായിട്ടുള്ള ഫ്രീ തിങ്കിങ്, ഒരു സ്വതന്ത്ര ചിന്ത നമുക്കുണ്ടാകാൻ കഴിയണം. ഈ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെല്ലാവരും സമൂഹത്തോടെ ഞാൻ അറിയിക്കുന്നു. നന്ദി. ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളതു മാനവരക്തം. ഇവിടുത്തെ ന്യൂസ് സെക്രട്ടറിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൗതുകപൂർവ്വം നോക്കിയിരുന്ന ഒരു സംഗതിയാണ് ഈ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ട്. കത്തുകൾ, അതായത് എഡിറ്റോറിയൽ പേരിൽ കത്തുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ ന്യൂസ് സെക്രട്ടറി പണിയായി കഴിഞ്ഞാൽ പിന്നെ ജേർണലിസവുമായിട്ട് മാനേജ്മെൻറ്റ് റോൾ മാത്രമേ ഉള്ളൂ. ന്യൂസ് മാനേജ്മെൻറ്റാണ് മെയിനായിട്ട് നടക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരുന്നത് ഒരു സംഗതിയായിരുന്നു ഈ വായനക്കാരുടെ പ്രതികരണം. അതിനകത്തുനിന്ന് എനിക്ക് എന്നെ വളരെയധികം ആകർഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതികരണമായിരുന്നു ഈ വി കെ പവിത്രൻ എന്ന പ്രതികരണം. വാസ്തവത്തിൽ അന്ന് അദ്ദേഹമാണ് അദ്ദേഹം എന്നുള്ളൊരു ധാരണയൊന്നും, കാരണം അദ്ദേഹം ഞാനൊക്കെ ഇവിടെ 90കളുടെ 2000-ന്റെ തുടക്കത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം മുഖ്യധാരയിൽ നിന്ന് ഏകദേശം അകന്നു നിൽക്കുന്ന ഒരു അവസരമുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം എൻ്റെ ഓഫീസിൽ കാണാൻ വരികയും അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ഷഹീദിൻ്റെ അമ്മാവനാണ്. ഷഹീദ് എന്നുള്ള പേര് വരാൻ കാരണവും പവിത്രചേട്ടൻ്റെ മക്കൾക്ക് റഹീമെന്നും റിനൈസെന്നും തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ വരാൻ കാരണത്തിൻ്റെയൊക്കെ ഈ ഒരു സ്രോതസ് എന്ന് പറയുന്നത് പവിത്രചേട്ടനാണ്. അങ്ങനെ ആ ബന്ധം അങ്ങനെ വ്യാപിക്കുകയും അവിടെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ട് ചോദിച്ചു. അത് വളരെ വ്യക്തമായിട്ട്, കാരണം എന്നെ 70കളുടെ അവസാനത്തിലാണ്, അദ്ദേഹത്തിന് 75 വയസ്സിലേറെ അതിന് ശേഷമാണ് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആൾക്കാരെ ചില വ്യക്തികളെ കാണുമ്പോൾ അറിയാം, ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ വ്യക്തമായ വെളുത്ത വസ്ത്രം, അത് തേച്ചതയിടും. അങ്ങനെ അവിടെ തുടങ്ങിയിട്ടുള്ള ഒരു ദീർഘമായ ഒരു സൗഹൃദമാണ് പവിത്രൻ ചേട്ടനായിട്ടിരിക്കുന്നത്.
അത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവും? ഞാൻ പറഞ്ഞു, രാവിലെ ഒരു 2-3 മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ ഒരു 11:30-12 മണിക്ക് ശേഷം ഫ്രീ ആവും. അങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ ഈ ഒരു 11:30 മണിക്ക് ശേഷം വരികയും പിന്നെ ഞങ്ങൾ 2 മണി വരെയൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ ബന്ധങ്ങൾ വളരുകയും അദ്ദേഹവുമായിട്ട് ഒരുപാട് വിഷയങ്ങളിൽ തർക്കിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ അദ്ദേഹവുമായിട്ട് ആദ്യം തർക്കമല്ല, ഒരു സംവാദം എന്ന രീതിയിൽ തുടങ്ങി വെച്ചത് ഈ മിശ്രവിവാഹം എന്ന പ്രയോഗത്തിന് കൊടുക്കുകയാണ്. കാരണം 2 ജാതി ഉണ്ട് എന്നുള്ളതിൻ്റെ പരോക്ഷമായ അംഗീകാരമാണ്. കാരണം 2 ഉണ്ടെങ്കിൽ മാത്രമേ മിശ്രം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു അയുക്തിയല്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ അദ്ദേഹവുമായിട്ട് ഈ ഒരു സംവാദത്തിലേക്ക് ഞങ്ങൾ ആദ്യമേ. അത് ഒരു പക്ഷേങ്കിൽ ഞാൻ ശ്രീനാരായണ ലിറ്ററേച്ചറിലെങ്കിൽ ഞാൻ വളരെ ആകർഷണമായി അത് പഠിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടുമായിരിക്കാം ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു. ദീർഘമായ രീതിയിൽ സംഭാഷണം നടത്തിയതിന് ശേഷം അദ്ദേഹവും ഞാനും ഏകദേശം ഒരേപോലെ മനസ്സിലാക്കിയ സംഗതി, ശ്രീനാരായണ ഒരു ദൈവത്തിൻ്റെയോ വിഗ്രഹങ്ങളുടെയോ ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ഇവിടുത്തെ വിപ്ലവം തുടങ്ങിയത് അരുവിക്കരയിൽ ഒരു ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഈ അദ്ദേഹവും അവസാനം അത് അംഗീകരിക്കുന്നു. ശരിയാണ്, മനുഷ്യജാതിയിൽപ്പെട്ടവർ തമ്മിൽ 2 ജാതി ഉണ്ടെങ്കിൽ മാത്രമേ മിശ്രവിവാഹം എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പക്ഷേ പ്രായോഗിക തലത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നു. അതായത് ഇങ്ങനെ വിവാഹിതരായവർ സാമൂഹികമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ 2 പേർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് 2 പേരെയും സമൂഹം തിരസ്കരിച്ച അവസ്ഥയിൽ അവർക്ക് ഒന്ന് ജീവിക്കാനുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രായോഗികമായ പ്രശ്നങ്ങളെ അംഗീകരിക്കാതെ പോകുന്നത് പ്രായോഗികമല്ല, അത് തത്വത്തിൻ്റെ പ്രയോഗത്തിന് തടസ്സമായി. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നുമെങ്കിലും അത് വൈരുദ്ധ്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദീർഘമായ സംഭാഷണങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആ ഒരു ബന്ധമാണ് പവിത്രചേട്ടനുമായിട്ട് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ നവോത്ഥാനം എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. കാരണം അതിൻ്റെ ആ സത്തയെ തൻ്റെ ജീവിതത്തിലൂടെ നോക്കി കണ്ട ആ ഒരു തലത്തിലായിരുന്നു അദ്ദേഹത്തിന് ആ നവോത്ഥാനത്തിലുള്ള ആ ഒരു ആഭിമുഖ്യം എപ്പോഴും അദ്ദേഹത്തിന് തുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടും തൻ്റെ ജീവിതവും തമ്മിലുള്ള ഒരു സാമ്യം ഏറ്റവും പ്രധാനമാണ്. നമ്മളൊരു ആശയം പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ആ വെല്ലുവിളിയെ അനായാസം നേരിട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതവും തമ്മിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ഭാഷയും ഒരിക്കലും അദ്ദേഹം എനിക്ക് പരിചയമുള്ള പവിത്രചേട്ടൻ ഒരിക്കലും ഒരു രൂക്ഷമായ വാക്കുകൾ പ്രയോഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ പവിത്രചേട്ടൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു റിഫൈൻമെന്റ്, ഒരു പരിഷ്കരണം അവിടെ നമുക്ക് സംഭവിക്കും. അപ്പൊ അന്ന് പവിത്രചേട്ടൻ, അതേപോലെ തന്നെ VT ഭട്ടതിരിപ്പാട്, സഹോദരൻ അയ്യപ്പൻ, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ള ഈ മഹാരഥന്മാർ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ മിശ്ര വിവാഹിതരുടെ വിഷയവും മിശ്ര ഭോജനവും ഒക്കെ വന്നത് അന്നത്തെ വ്യവസ്ഥിതി അതായിരുന്നു. ആ വ്യവസ്ഥിതി മനുഷ്യത്വരഹിതമായിരുന്നു, മനുഷ്യന്റെ സത്തയ്ക്ക് അല്ലെങ്കിൽ മാനവികതയ്ക്ക് വിരുദ്ധമായതുകൊണ്ടാണ് അതിനെ അവർ ആ രീതിയിൽ വിളിച്ചത്. അതിനെ മാറ്റുന്നതിന് വേണ്ടി പ്രായോഗികമായിട്ടുള്ള പ്രവർത്തന രീതികളിൽ ഏർപ്പെട്ടു. അത് അന്നത്തെ സമൂഹത്തിന്റെ വ്യവസ്ഥിതിയെ, മനുഷ്യന്റെ മാനവികത നഷ്ടപ്പെട്ട വ്യവസ്ഥിതിയെ പുനഃസ്ഥാപിക്കാനുള്ള പ്രക്രിയയാണ്. ഇന്ന് വാസ്തവത്തിൽ ആ വ്യവസ്ഥിതി അതല്ല. വർത്തമാനകാലവുമായി ചേർത്ത് വെച്ചിട്ടല്ലാതെ നമ്മളൊരു വ്യക്തിയെ അനുസ്മരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയും ഈ ലോകവുമായിട്ടുള്ള ബന്ധം അവസാനിക്കുകയാണ്. ആ വ്യക്തിയോട് എന്തെങ്കിലും നമുക്ക് കടപ്പാടോ നന്ദിയോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വ്യക്തിയുമായി യാതൊരു കടപ്പാടുമില്ല, യാതൊരു വിധമായ ഉത്തരവാദിത്വവുമില്ല. പിന്നീട് ഉത്തരവാദിത്വം നമ്മളോടുള്ളത് മാത്രമാണ്. ഇത് യാഥാർത്ഥ്യം, ഇത് യുക്തിയുമാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടവുമായി ചേർത്ത് പവിത്രചേട്ടനെ ആലോചിക്കുകയാണ്. ഇന്ന് ധാരാളം മിശ്രവിവാഹങ്ങൾ, അറേഞ്ച്ഡ് മാരേജസ് പോലെ നടക്കുന്നു. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മിശ്രവിവാഹം ഒരു വലിയ സംഭവമായ ഒളിച്ചോട്ടമായ ഒന്നും ആരും കാണുന്നില്ല. ഇന്ന് വിവാഹം തന്നെ കാണുന്നില്ല. ലിവിങ് ടുഗദർ നമ്മൾ ഈ സൊസൈറ്റി ഏകദേശം അംഗീകരിച്ച ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. സംസ്കാരത്തെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതവുമായി ശാസ്ത്രത്തെ ഇണക്കി ചേർത്തെങ്കിൽ മാത്രമേ പറ്റൂ. അത് എപ്പോഴും നമുക്ക് യുക്തി കൊണ്ട് സാധ്യമല്ല. കാരണം
അറിവിൻ്റെ ഒരു പൂർണ്ണ അവസ്ഥയിൽ മാത്രമേ ഈ യുക്തിയെ നമുക്ക് കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പ്രവർത്തികമാക്കാനും കഴിയുകയുള്ളൂ. അത് മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ, ലോകത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പൊ ഇസ്രയേലിലേക്ക് നോക്കുക, അവിടെ വെറും സാധാരണ പ്രദേശമാണ്. മനസ്സിനകത്തുള്ള ചില സങ്കല്പങ്ങളുടെ പേരിലാണ് അവിടെ യുദ്ധം നടക്കുന്നത്. ലോകത്ത് നടക്കുന്ന ഏത് യുദ്ധവും എടുത്ത് നോക്കിയാൽ അതറിയാൻ കഴിയും. ഇന്ന് ലോകത്തെ പട്ടിണി മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു രാജ്യം വിചാരിച്ചാൽ മതി, അമേരിക്ക വിചാരിച്ചാൽ മതി. ലോകത്ത് സമാധാനം കൊണ്ടുവരണം, അമേരിക്ക വിചാരിച്ചാൽ മതി. പക്ഷെ വിചാരിക്കാൻ കഴിയുന്നു ഈ സങ്കല്പത്തിലുള്ള അതിരുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ. അപ്പൊ അവിടെ വ്യക്തി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടമാണ് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. അവിടെ എങ്ങനെ ശാസ്ത്രവും മാറുന്ന ലോകവും ആയിട്ട് എങ്ങനെ ഇണങ്ങിപ്പോകാം എന്നുള്ള ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കലാണ് ശരിക്കും പറഞ്ഞാൽ പവിത്രചേട്ടനെ പോലുള്ളവരുടെ സ്മരണ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം. തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം. ആർത്തി വടവൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം മുളയ്ക്കാതെ പോയ വിത്ത്. ആർത്തി വടവൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം മുളയ്ക്കാതെ പോയ വിത്ത്. കുടിനീരൊഴുക്കിൽ കലങ്ങും വിഷത്തിന്റെ ഒരു തുള്ളി പോലും അണുസ്ഫോടനം. തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം. ജാതി മതചിന്തകൾ ആൾദൈവരൂപങ്ങൾ ഭൂമിയിൽ മതിൽ കെട്ടി വേർതിരിച്ചു. ജാതി മതചിന്തകൾ ആൾദൈവരൂപങ്ങൾ ഭൂമിയിൽ മതിൽ കെട്ടി വേർതിരിച്ചു. അതു തുടച്ചൊരു തുല്യനീതിക്കിടം തേടി ഇവിടെ ഈ മണ്ണിൽ നാം ഒത്തുപാടാം. തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നമ്മളുടെ മൗനം മഹാപാതകം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം. കാട്ടിൽ കഴിഞ്ഞവർ, തീ കണ്ടെടുത്തവർ, അറിവിൻ്റെ പുതുലോകമേറിയവർ, ഹിന്ദുവായി ക്രിസ്ത്യനായി ഇസ്ലാമതായവർ എന്തോ ഏതോ ലോകത്തിലായി. രൗദ്രഭാവം പൂണ്ട അഹങ്കാരമൂർത്തിയായി തമ്മിൽ പടവെട്ടി നിൽപ്പാണവർ. തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം. നമ്മുടെ പ്രിയപ്പെട്ട ഗോപിച്ചേട്ടൻ, ഒരുപക്ഷെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വേദിയുടെ എവിടെയെങ്കിലും അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എനിക്ക് പവിത്ര അനുസ്മരണം നടത്തിയത് AKG വായനശാലയിൽ വെച്ചിട്ട് ഗോപിച്ചേട്ടനാണ്. അങ്ങനെ ആ ഒരു വിടവ് നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരാളുടെ മരണം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങളാവാം,
എഴുത്തുകളാവാം, ചിത്രങ്ങളാവാം, അങ്ങനെ പലതുമാവാം. അതിൽ കൂടി അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയും കാലങ്ങളോളം നമുക്ക് ഊർജം പകർന്നുകൊണ്ട് തന്നെ നമ്മോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് എം എം വിജയൻ ഒരിക്കൽ പറഞ്ഞത്, ചരിത്രം എന്നത് ഇന്നലകളുടെ കുറേ ഓർമ്മക്കുറപ്പുകളോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള വിഷയമോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്വിസ് മത്സരത്തിന് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു വിഷയമല്ല, അത് ഇന്നിൻ്റെ താഴ്വേരും നാളെയുടെ വഴികാട്ടിയുമാണ് എന്ന് പറഞ്ഞു. ഇത്ര മഹാന്മാർ, ഇത്ര സാമൂഹ്യ പ്രവർത്തകർ, അവർ തന്നെയാണ് നമ്മളുടെ ഭാവിയെ വഴികാട്ടുന്നത് എന്നാണ്. ഏതായാലും ഗോപിച്ചേട്ടൻ കടന്നു പോകുമ്പോൾ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ അരനൂറ്റാണ്ട് പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഏതാണ്ട് 1974 മുതൽ അദ്ദേഹം യുക്തിവാദ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അത്രയും ദീർഘകാല പാരമ്പര്യമുള്ള ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത് നമ്മുടെ അപ്പുച്ചേട്ടനുണ്ട്. അപ്പുച്ചേട്ടനാണ് ഇങ്ങനെ ഒരു കാലഘട്ടം അന്വേഷിച്ചപ്പോൾ. ഞാൻ 76 എറണാകുളം ജില്ലയിലെ സമ്മേളന ടൗൺ ഹാളിൽ വെച്ച് നടക്കുമ്പോൾ അന്നൊക്കെ എഴുപന അവിടുത്തെ സജീവ പ്രവർത്തകനാണ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അവരൊരു അരനൂറ്റാണ്ടിൻ്റെ കണക്കിലേക്ക് പോകുന്നത്. ആലപ്പുഴയിൽ ജനിച്ച് എറണാകുളത്ത് വന്ന ഗ്ലാസ് ഫാക്ടറിയിലെ ജോലിക്കായി വന്ന എഴുപന എറണാകുളത്തെ യുക്തിവാദികൾക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു പ്രകാശമായിരുന്നു, ഒരു തണലായിരുന്നു, ഒരു ആവേശമായിരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇവിടെ എറണാകുളം ജില്ലയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ പൊതുപരിപാടികളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ എഴുപനയുടെ സൗകര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം അന്ന് പ്രസംഗിക്കാൻ വലിയ ആളുകളൊന്നുമില്ല. എഴുപനയാണെങ്കിൽ അത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. അങ്ങനെ പൊതു പബ്ലിക് പരിപാടികളിൽ എഴുപനയില്ലാതെ ഒരു പരിപാടി പോലും വയ്ക്കാൻ പണിയില്ലായിരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീടാണ് ഞാനൊക്കെ അന്നത്തെ കാഴ്ചക്കാരനായ ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ എറണാകുളം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പ്രസിഡന്റായിട്ട് ദീർഘകാലം ഇരുന്നിട്ടുണ്ട്. സംസ്ഥാന സമിതി അംഗമായിട്ട് നിർന്നിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുക്താസയിലുണ്ട്, പരിഷത്തിലുണ്ട്. അങ്ങനെ പല സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴും തന്നെ അദ്ദേഹം എന്നും മുറുകെ പിടിച്ചിരിക്കുന്നത് യുക്തിയെ തന്നെയാണ്. ആ തൻ്റേതായിട്ടുള്ള നിലപാടുകളെ വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം യുക്തിയെ തന്നെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഏത് കാര്യത്തിലും ഉറച്ച നിലപാടെടുക്കുകയും അതേസമയം അത് ഏത് സംഘടനയായാലും, യുവ സംഘടനയായാലും പരിഷത്തായാലും പാർട്ടിയായാലും പോലും തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളെ തുറന്നു പറയുകയും അതിനെ ചോദ്യം ചെയ്യുക എന്നൊരു സ്വഭാവം എഴുപനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പല സംഘടനയിൽ തന്നെ അദ്ദേഹത്തെ അതിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക് എടുക്കാത്ത സംഭവങ്ങളൊക്കെ പുള്ളി സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ നിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനും അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായില്ല. അതൊക്കെ നമ്മൾ പാഠമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം യുക്തി എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന അറിവുകളെ ആശ്രയിച്ചാണ്. അപ്പോൾ ആ അറിവുകൾ തെറ്റായി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ വിശകലന രീതിയും തെറ്റായി വരാം. അതുകൊണ്ട് അങ്ങനെ ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാട് അദ്ദേഹം വച്ചു പുലർത്തി എന്ന് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴുള്ള സംഭാഷണങ്ങളിൽ വരുന്നൊരു കാര്യമല്ലേ, ഗോപിച്ചേട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുപ്പുള്ള ആളുകളോടൊക്കെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ആസ്യം കൂട്ടിയിട്ടാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും കൂടെയും അതിശരിപ്പിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയും ഗോപിച്ചേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയും, നിങ്ങളതിനിപ്പോൾ അങ്ങനെ നിർബന്ധിക്കാനും വേണ്ട. ഗോപിച്ചേട്ടൻ്റെ ആയുസിൻ്റെ എക്സ്പയർ റേറ്റ് കഴിഞ്ഞ പുള്ളി ബാക്കി മെച്ചമുള്ള സമയമാണ് ജീവിക്കുന്നത്. പുള്ളി പറയും അത് ശരിയാണ്, ഞാൻ ജീവിക്കാവുന്നിടത്തോളൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് മരിച്ചാലും വലിയ ഭയമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയും. തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടത് 2023 ജനുവരി എന്നാണ് അദ്ദേഹത്തിൻ്റെ രോഗപ്രത്യക്ഷത്തിൽ നമ്മൾ അറിയുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ശ്വാസം മുട്ടൊക്കെ വന്നിട്ട്
അദ്ദേഹം മഞ്ഞമ്മലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുമ്പോഴാണ് ഇത് അല്പം മോശ നിലയിലേക്ക് പോകുന്നത് അറിയുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ അങ്ങനെയൊന്നും ഫീലിംഗ് ഒന്നുമില്ല. ചോദിച്ചേട്ടാ എങ്ങനെയുണ്ട് അസുഖങ്ങളൊക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് സാരമില്ല എന്നുള്ളതായിട്ട് പുള്ളി അടുത്ത വിഷയത്തിലേക്ക് കിടക്കണം. സംഘടന കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് നടക്കണം. അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ആദിയുണ്ട്. കാരണം ക്രിയാറ്റിനൊക്കെ ഇങ്ങനെ കൂടെ വരുമ്പോൾ അതൊരു പ്രതിസന്ധിയാണ്, കിഡ്നിയുടെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടും അദ്ദേഹം ഡോക്ടർ പറയുന്നത് പോലെയൊന്നും റെസ്റ്റ് എടുക്കാനായിട്ട് പുള്ളി നിന്നില്ല. പുള്ളി വീണ്ടും പുള്ളിയുടെ മാജിക്കും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് തന്നെ കേരളത്തിൽ അങ്ങോളം പരിപാടികൾ ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. വീണ്ടും അല്പം കൂടി സ്ഥിതി രൂക്ഷമായി. പിന്നീട് മെഡിക്കൽ ട്രസ്റ്റ് ചികിത്സയിലായി. അത് കഴിഞ്ഞ് അദ്ദേഹം ചാലക്കാട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായി. മറ്റൊന്നും ചെയ്യാനില്ല, ഡയാലിസിസ് ചെയ്യുക എന്ന് മാത്രമാണ്. കാരണം ക്രിയാറ്റിനൊക്കെ എട്ടും അതിന് മേലിലേക്കൊക്കെ. അപ്പോഴും ഇടയ്ക്ക് ബന്ധപ്പെടുമ്പോഴും അദ്ദേഹം ആരോടും സംസാരിക്കാൻ പാടില്ലാത്ത കർശന നിയന്ത്രണമാണ് ഡോക്ടർമാരെ വീട്ടുകാരും പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ വിളിക്കലും കുറവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ മറ്റൊരു ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞ ഗോപിച്ചേട്ടനേക്കാളും അറിയാത്ത ഗോപിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്കതൊന്നും ആരും അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കേട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എല്ലാവരിലേക്കും എത്തിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ പുള്ളിയുടെ രൂപം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് പതറി. കാരണം നമ്മൾ കണ്ട ഗോപിച്ചേട്ടനല്ല, ഭയങ്കര ക്ഷീണിതനായി താടി വളർത്തി ഒരു വല്ലാത്തൊരു രൂപത്തിലാണ് ഗോപിച്ചേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ മാത്രം ആ ഗാംഭീര്യം അത് മാത്രമാണ് അദ്ദേഹത്തിന് പോകുന്നത്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചാൽ ഗോപിച്ചേട്ടനൊക്കെ ചോദിച്ചെങ്കിലും പുള്ളി പറഞ്ഞ ഈ ഒരു അവസരത്തിലാകാം എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഒഴിവായി, ചെയ്തില്ല. പിന്നീടാണ് അദ്ദേഹം കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നത്. കഴിഞ്ഞ മാസം 10-ാം തീയതി ചാലക്കാട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് മരിക്കുന്നു. അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് തീർച്ചയായും കേരളത്തിൽ അങ്ങോളം പ്രധാനമായിട്ട് അറിയുന്നത് ഒരു മജീഷ്യനാണ്. മാജിക് എന്ന കല കൊണ്ട് ശാസ്ത്ര യുക്തി ചിന്ത വളർത്താനുള്ള കൂളായിട്ട് ഉപയോഗിച്ച ഒരു മജീഷ്യനും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല. ഇത്രയേറെ പൊതുപരിപാടികൾ നടത്തിയ ഒരു മജീഷ്യനും നമുക്ക് കാണാൻ കഴിയില്ല. ഇക്കാലം അത്രയും ആയിരക്കണക്കിന് വേദികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഈ മനുഷ്യ ദൈവങ്ങളെ തട്ടിപ്പുകളെ തുറന്നു കാണിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ തുറന്ന പോരാട്ടം നടത്തിയ ഒരാളെയും നമുക്ക് കാണില്ല. കോമ്പൂരിനും അല്ലെങ്കിൽ ഈ ബ്രഹ്മാനന്ദനൊക്കെ ശേഷം ഇത്രമാത്രം, ഒരുപക്ഷെ അത് അവരെക്കാൾ കൂടുതൽ മാജിക്കുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടാവാം എന്നാണ് തോന്നുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഈ മാജിക് നടത്തുമ്പോൾ വാസ്തവത്തിൽ മാജിക് നടത്തുക എന്നല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഈ മാജിക് ചെറുതായിരിക്കും, പക്ഷേ അതിൻ്റെ ശാസ്ത്രവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യ ദൈവങ്ങളുടെ തട്ടിപ്പുകൾ ഇങ്ങനെയാണെന്ന് തുറന്നു കാണിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ചില ഉത്സവ പറമ്പിലും എന്നെ വിളിക്കാറുണ്ട്, അവിടെയും ഞാൻ ഇത് തന്നെയാണ് പറയാറുണ്ട്. എവിടെയാണെങ്കിലും അദ്ദേഹം ഇത് തന്നെയാണ് പറയാറ്. യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്താൻ വേണ്ടി ചെയ്ത ഒരു മഹാനെ നമ്മൾക്ക് കിട്ടില്ല. അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം മരിക്കുമ്പോൾ 71 വയസ്സാണ്. നമുക്കറിയാം 71 വയസ്സ് എന്നത് ഇക്കാലത്ത് വലിയ പ്രായമല്ല. കുറച്ചു കാലം കൂടി അദ്ദേഹം ഉണ്ടാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ആദ്യത്തിലേക്ക് പോയിലേക്ക് ഏതായാലും അദ്ദേഹത്തെ പോലെ ചൊറുകൾക്ക്, കാരണം കമ്മിറ്റിയിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഗോപിച്ചേട്ടനെ കണ്ടുപിടിക്കരുത്, ഗോപിച്ചേട്ടൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേട്ടോ, നിങ്ങൾ മുഴുവൻ ഗോപിച്ചേട്ടനാവണ്ട, അര ഗോപിച്ചേട്ടനായാലും മതി, സംഘടന വളരെ ആത്മാർത്ഥമായിട്ട് പോയിക്കോളും എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടം സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട്, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നഷ്ടമാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ട് അത് യുക്തിവാദി പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനത്തിനും ഞങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കര നഷ്ടത്താണ്. ഞങ്ങളുടെ വലിയൊരു
തണലാണ് നഷ്ടപ്പെട്ടത്, തനിയൊരു പ്രകാശമാണ് നഷ്ടപ്പെട്ടത്, ഞങ്ങളുടെ ഒരു ആവേശമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മെയ് മാസം 29-ാം തീയതി ഇന്നത്തെ കൊച്ചി രാജ്യത്ത് നടന്ന വലിയൊരു വിസ്ഫോടനമാണ് പിന്നീട് കേരളക്കരയിൽ സുവർണ ലിപികളിൽ എഴുതി ചേർത്ത മിശ്രഭോജനം. സഹോദരൻ അയ്യപ്പൻ എന്ന BA കഴിഞ്ഞു നിന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ചെറായിയിൽ നടന്ന ഈ വലിയൊരു വിപ്ലവം കേരളം ഏറ്റെടുക്കുകയുണ്ടായി. പിന്നീട് ആ കാലത്ത് കേരളത്തെക്കുറിച്ചൊക്കെ, ആ കാലത്തെ നാട്ടുരാജ്യങ്ങളെക്കുറിച്ചൊക്കെ പല സംഭാഷണത്തിലും അതിൻ്റെ അലയൊലികൾ വലിയുണ്ടായി. മനുഷ്യർക്ക് ഒന്നിച്ച് നടക്കാനും ഇരിക്കാനും ഒന്നിച്ച് സംസാരിക്കാനും ഒരേ ഭാഷ പോലും സംസാരിക്കാനും സാധ്യമല്ലാതിരുന്ന ഒരു കാലം. മലയാള ഭാഷ പോലും വ്യത്യസ്ത തലങ്ങളിലാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത്ര ഒരു കാലത്ത് സ്കൂളിൽ ഒന്നിച്ച് പഠിക്കാൻ കഴിയില്ല, അക്ഷരം പഠിക്കാൻ കഴിയില്ല. അന്നത്തെ പൊതു ഇടങ്ങളിൽ പോലും നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലം. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊക്കെ പറഞ്ഞാൽ അതിശയം തോന്നും. കാരണം അവരെല്ലാവരോടും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നു, കാപ്പി കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു, പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. അത്ര ഒരു ഓർമ്മകൾ അയവെക്കുകയാണ് ഈ മിശ്രഭോജനവുമായി ബന്ധപ്പെട്ട് നമ്മളിന്നിവിടെ നടത്തുന്നത്. ഉപ്പ് എന്ന് ചോദിച്ചതിന് ഒരു യുവാവിനെ തച്ചു വന്ന ഒരു നാടാണ് നമ്മളെ നാട്. വഴി നടക്കാൻ പൊന്തക്കാടുകളിൽ നിന്ന് പൊന്തക്കാടുകളിലേക്ക് കുനിഞ്ഞ് നിവർന്ന് നടക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹം ജീവിച്ച നാടാണ്. മേലാളങ്ങ പോകുമ്പോൾ ആ വഴിയിൽ വഴിമാറി നിൽക്കേണ്ട ഒരു സമൂഹം ഉണ്ടായിരുന്ന നാടാണ്. അത്തരമൊരു കാലഘട്ടത്തിലാണ് സഹോദരനെപ്പോലുള്ള ചേർന്നത്. അത്ര കണ്ട് ദീർഘമായ രീതിയിലുള്ള ഉൽപ്പന്നരായ ആ ചെറുപ്പക്കാർ ചേർന്ന് നടത്തിയ ഈ മിശ്രഭോജനം പ്രത്യേകിച്ച് അന്നത്തെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള 3-4 പേരുമായിട്ട് ചേർന്ന് ആ മിശ്രഭോജനം നടത്തി. അത് നടത്തിയതിൻ്റെ പേരിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും ദൃഷ്ടികൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. പുലയനയ്യപ്പൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് അദ്ദേഹം ജനിച്ച് വളർന്ന സമുദായം പോലും അദ്ദേഹത്തെ നിരാകരിക്കുന്ന ഒരു സമീപനമായിരുന്നു. അതായിരുന്നു ജാതിയുടെ ഏറ്റവും വലിയ വിഷലിപ്തങ്ങളായ കരങ്ങളെന്ന് പറയുന്ന അത്രയും സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും വളരെയേറെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, സമുദായത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പീഡനങ്ങളാണ് സഹോദരൻ അയ്യപ്പൻ ആ കാലഘട്ടത്തെ അനുഭവിച്ചത്. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ച ആ ചെറിയ ഒരു വിസ്ഫോടനം അത് കേരളക്കരയാകെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു. 107 വർഷത്തിന് ശേഷം ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ യഥാർത്ഥത്തിൽ അത്ര ഒരു മിശ്രഭോജനം 107 വർഷം മുമ്പ് നടത്തിയെങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജാതി ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സമീപനമാണ്. ജാതിയെ ഏറ്റവും കൂടുതൽ, ജാതീയ ആചാരങ്ങളെ ഏറ്റവും കൂടുതൽ ആചരിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. നാം ഒരുപക്ഷെ ആ പൂർവ്വകാലത്തുണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായി ഇന്ന് ഈ വിഭാഗങ്ങളിൽ നേരത്തെ ഇവിടെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ച അത്തരം വിഷയങ്ങൾ ജാതിക്കുള്ളിലെ ജാതികളിലേക്കും ആ ജാതിക്കുള്ളിലെ ജാത്യാചാരങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിൽ ഇന്ന് സമൂഹം ഒരുപാട് മുമ്പോട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്, ഏതിനൊക്കെ വേണ്ടിയാണോ നമ്മുടെ പൂർവ്വസൂരികൾ സമരങ്ങൾ നടത്തിയത്, ത്യാഗങ്ങൾ സഹിച്ചത്, അതിനെയൊക്കെ അടിച്ചുറപ്പിക്കാൻ ഇന്നത്തെ ഭരണകൂടങ്ങളും രാജ്യം ഭരിക്കുന്നവരും ശരി, ആ രാജ്യഭരണത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരൻ അയ്യപ്പനെയും ഒപ്പം ജാതി ഇല്ലാതാവണമെങ്കിൽ രാജ്യത്ത് മിശ്രവിഭാഗങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പ്രവർത്തനം ചേട്ടനുമൊക്കെ ആ പ്രവർത്തനങ്ങൾ ഇന്ന് ഏറ്റവും വ്യാപകമായി നടക്കേണ്ടുന്ന ഒരു കാലഘട്ടവുമാണ്. ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ ശക്തമായി കൊണ്ടുവരേണ്ട ഒരു സമയം കൂടിയാണ്. ഇവിടെ ജാതിയില്ല എന്ന് പുറമെ പറയുന്നെങ്കിലും അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ SC/ST ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള പരസ്യങ്ങളായാലും ശരി, സ്വന്തം വിഭാഗത്തിൽ നിന്ന് മാത്രമുള്ള പരസ്യങ്ങളായാലും ശരി, ആ രീതിയിലേക്ക് ഇന്നും നമ്മുടെ സമൂഹം നിലനിൽക്കുന്നു. ഇതൊക്കെ മാറണമെങ്കിൽ ഇനിയും എത്ര നൂറ്റാണ്ടുകൾ ഒരുപക്ഷെ നമ്മൾ പോകേണ്ടി വരും. കാരണം എത്രയോ നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പോയത്. അതിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ കാലയളവിലാണ് സഹോദരൻ അയ്യപ്പനും പ്രവർത്തന ചേട്ടനുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ മാതൃകയാവുന്നത്. നമ്മുടെ പുതിയ തലമുറ അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കണം. അവരുടെ ചരിത്ര പഠനത്തിൽ നിന്ന് അവരുടെ വിസ്മൃതിയിലേക്ക് പോകാതെ ഈ പുതിയ തലമുറ ഇതൊക്കെ പഠിച്ച് മുമ്പോട്ട് പോകണം എന്ന് മാത്രമാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ഭോജനത്തിൻ്റെ ഈ വാർഷികം നമ്മൾ ആഘോഷിച്ചു പോകുന്നത്. തീർച്ചയായും ഇനിയും ഒട്ടേറെ വെറും പ്രസംഗങ്ങളിൽ മാറിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ, പുതിയ തലമുറ പാഠപുസ്തകത്തിലേക്കൊക്കെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ
എത്തിക്കാനും സഹോദരനയ്യപ്പനെ ആയാലും ശരി ഭദ്രചേട്ടനെ ആയാലും ശരി അത്തരം സമരങ്ങളെയൊക്കെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ഇത്തരം യോഗങ്ങൾ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മിശ്രഭോജനത്തിൻ്റെ വാർഷികം അതിൻ്റെ അനുസ്മരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അഭിമാനമുണ്ട്. കാരണം ഇത്തരം പവിത്രം അവാർഡ് നേടിയിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പല അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും പരത്തുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് മതമില്ലാത്ത ജീവനുകൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾക്കൊരു അഭിമാനമാണ്. അപ്പോൾ പവിത്രൻ ചേട്ടൻ്റെ കുടുംബം കഴിഞ്ഞ 13 വർഷമായിട്ട് പവിത്രൻ സാറിൻ്റെ പേരിൽ നൽകി വരുന്ന ഈ പവിത്രം അവാർഡ് അതിന് കാണിക്കുന്ന ആ മനസ്സിന് ഒരു നന്ദിയുണ്ട്. കാരണം കുട്ടികൾക്ക് ഒരു മതമില്ലാത്ത ജീവൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ കുറച്ച് മറ്റു കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരായിട്ട് എപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ മതമില്ല എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, എന്താണിത് നമ്മളെ വ്യത്യസ്തമായിട്ട് കാണുകയും ചെയ്യും. പല സമയത്തും നമ്മളെ ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും ചെയ്യും. അതിൽ നിന്നൊക്കെ വിജയം കണ്ടെത്തിയ ഒരു ഉന്നതമായ ഒരു സ്ഥാനം കൈവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും ആശംസ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു സമയം കിട്ടിയപ്പോൾ പറയുകയാണ്, എഴുപതിനെ കുറിച്ച് 2-3 വാക്കുകൾ പറയാതെ പോകുന്നത് മോശമാണ്. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വളർന്നു വളർന്നു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിലേ മുതലേ ഞാൻ കാണുന്നൊരു വ്യക്തിയായിരുന്നു എഴുപതിൻ്റെ ഗോവിന്ദൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക അദ്ദേഹത്തിൻ്റെ മാജിക്. പല മജീഷ്യന്മാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിക്കൊണ്ടിരുന്നത് ശാസ്ത്രബോധത്തെയും യുക്തിബോധത്തെയും മുന്നോട്ട് നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മാജിക്കുകളാണ്. അതിൽ കുറച്ച് മാജിക്കിലൊക്കെ കാണാനും പങ്കെടുക്കാനൊക്കെ പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് ഏറെ ദുഃഖകരമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതും കൂടി സൂചിപ്പിച്ചുകൊണ്ട് മതമില്ലാത്ത ജീവൻ അവാർഡ് വാങ്ങിയ എല്ലാ കുട്ടികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.